ഇവിടെ അഭിഷേകിൻ്റെ കയ്യിൽ കുറേ പേനകളുണ്ട്. ഓരോ പേനയ്ക്കും 2 രൂപ 50 പൈസ വെച്ച് വിറ്റ് കഴിഞ്ഞാൽ അഭിഷേകിന് 110 രൂപ പ്രോഫിറ്റ് കിട്ടും. ഓരോ പേനയും 1 രൂപ 75 പൈസ വെച്ച് വിറ്റ് കഴിഞ്ഞാൽ അഭിഷേകിന് 55 രൂപ നഷ്ടമായിരിക്കും. ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പേനകളുടെ എണ്ണം എക്സ് ആയിട്ട് എടുക്കാം. 1.75x, അതായത് നഷ്ടത്തിന് വിൽക്കുമ്പോൾ കിട്ടുന്ന രൂപ കോസ്റ്റ് പ്രൈസിനേക്കാളും കുറവായിരിക്കും. എത്ര കുറവായിരിക്കും? 55 കുറവായിരിക്കും. എങ്കിൽ 1.75xനോടൊപ്പം 55 കൂട്ടി കഴിഞ്ഞാൽ കോസ്റ്റ് പ്രൈസ് കിട്ടും. കോസ്റ്റ് പ്രൈസിനോടൊപ്പം 110 കൂട്ടി കഴിഞ്ഞാൽ എന്ത് കിട്ടും? 2.5x എന്ന വാല്യൂ കിട്ടും. എങ്കിൽ ഇത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഇക്വേഷൻ ഉണ്ടാക്കാം. 1.75x + 55 = 2.5x - 110. എന്താ അതിൻ്റെ അർത്ഥം? 1.75x + 55 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ്റ്റ് പ്രൈസാണ്. 2.5x - 110 എന്ന് പറഞ്ഞാലും എന്താണ്? കോസ്റ്റ് പ്രൈസാണ്. കോസ്റ്റ് പ്രൈസുകളുടെ ഇക്വേഷൻസിനെ ഈക്വൽ ടു ഇട്ട് ബന്ധിപ്പിച്ചിട്ട് എക്സിൻ്റെ വില കണ്ടുപിടിക്കാം. എക്സിൻ്റെ വില എന്താ? 220. രാം എന്ന ആൾ ഒരു കമ്പ്യൂട്ടർ വാങ്ങിയെന്ന് പറയുന്നു. 12,500 രൂപയാണ് കമ്പ്യൂട്ടറിൻ്റെ വില. ആ കമ്പ്യൂട്ടറുമേൽ 2 എക്സ്പെൻസ് അയാൾ ആഡ് ചെയ്തിട്ടുണ്ട്. 300 രൂപ ട്രാൻസ്പോർട്ടേഷനും 800 രൂപ ഇൻസ്റ്റാളേഷനും. അപ്പോൾ ആ കമ്പ്യൂട്ടർ വാങ്ങാനും ഇൻസ്റ്റാൾ ചെയ്യാനും ആ കമ്പ്യൂട്ടറിന് വേണ്ടിയിട്ട് രാം ചിലവാക്കിയ രൂപ എത്രയാണ്? ടോട്ടൽ കോസ്റ്റ് പ്രൈസ് എത്രയാണ്? 12,500 + 300 + 800 13,600 രൂപ. ഇനി ഇയാൾ ഈ കമ്പ്യൂട്ടർ വിൽക്കുമ്പോൾ ഇയാൾക്ക് 15% പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ ഇയാൾ എത്ര രൂപയ്ക്ക് വിൽക്കേണ്ടി വരും? 15,640 രൂപയ്ക്ക് വിൽക്കേണ്ടി വരും. അതായത് 13,600ൻ്റെ 115%. ഈ ക്വസ്റ്റ്യനിൽ മഹേഷ് 32 രൂപയുടെ 25 കിലോ റൈസും 36 രൂപയുടെ 15 കിലോ റൈസും കൂടി മിക്സ് ചെയ്തു. എന്നിട്ട് 40 രൂപ 20 പൈസയ്ക്ക് ഓരോ കിലോ എടുത്ത് വിൽക്കുകയാണ്. എങ്കിൽ അയാൾക്ക് എത്ര രൂപ പ്രോഫിറ്റ് കിട്ടും എന്നാണ് ചോദ്യം. എന്ത് ചെയ്യുക? അലിഗേഷൻ വെച്ച് ചെയ്യുക. മുകളിൽ 2 കോസ്റ്റ് പ്രൈസ് 32ഉം 36ഉം, താഴെ എന്താണ്? 25 കിലോയുടെയും 15 കിലോയുടെയും റേഷ്യോ എടുക്കുക 5:3. എങ്കിൽ 1 കിലോ മിക്സിൻ്റെ കോസ്റ്റ് പ്രൈസ് കിട്ടാൻ എന്ത് ചെയ്യണം? 32 × 5 + 36 × 3 / 8. ആ 8 കിട്ടുന്നത് ആ റേഷ്യോസ് 5:3 എന്ന റേഷ്യോ ആഡ് ചെയ്യുമ്പോഴാണ്. നമുക്ക് എന്ത് കിട്ടും? 33.5 റുപ്പീസ് കിട്ടും. എങ്കിൽ പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ്. പ്രോഫിറ്റ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കാനോ? സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ് / കോസ്റ്റ് പ്രൈസ് × 100. എത്രയായിരിക്കും ആൻസർ? 20%. ഈ ക്വസ്റ്റ്യനിൽ വാച്ചിൻ്റെ മാർക്കറ്റ് പ്രൈസ് 100 ആയിട്ട് എടുക്കാം. 15% ഡിസ്കൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ വാച്ചിൻ്റെ സെല്ലിംഗ് പ്രൈസ് എന്തായിരിക്കും? 85 രൂപയായിരിക്കും. 20% ഡിസ്കൗണ്ട് കൊടുത്തു കഴിഞ്ഞാലോ 80 രൂപയായിരിക്കും സെല്ലിംഗ് പ്രൈസ്. ഇതിനകത്ത് നമ്മൾ 2 കാര്യം ചെയ്യുമ്പോഴും 2 സെല്ലിംഗ് പ്രൈസ് കണ്ടുപിടിച്ചപ്പോഴും മാർക്കറ്റ് പ്രൈസ് 100 ആയിട്ട് എടുത്തത് അല്ലേ? 100 എന്നുള്ളത് രണ്ടിലും കോമൺ ആണ്. എങ്കിൽ 2 സെല്ലിംഗ് പ്രൈസുകളുടെയും റേഷ്യോ എന്താണ്? 85:80 ആണ്. എങ്കിൽ അവിടെ പറയുന്നുണ്ട് രണ്ടാമത്തെ രീതിയിൽ വിറ്റപ്പോൾ 51 രൂപ കുറവായിട്ടാണ് കിട്ടിയത്. അതിനർത്ഥം 51 എന്ന രൂപ എന്തിനോട് ഈക്വലായിരിക്കും? 5 എന്ന റേഷ്യോടിനോട് ഈക്വലായിരിക്കും. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? മാർക്കറ്റ് പ്രൈസാണ്. 100 എന്ന റേഷ്യോടിനോട് ഈക്വലൻ്റ് ആയിട്ടുള്ള വാല്യൂ എത്രയാണ്? ആൻസർ 1020. ഈ ക്വസ്റ്റ്യനിൽ ഒരു ഷോപ്പ് കീപ്പർ 245 ഐറ്റംസ് വാങ്ങിയിട്ടുണ്ട്. ഓരോ ഐറ്റത്തിൻ്റെ വില എത്രയാണ്? 30 രൂപ വെച്ചാണ്. അയാൾ 980 രൂപ അതിൻ്റെ ട്രാൻസ്പോർട്ടേഷനും അതിൻ്റെ പാക്കേജിങ്ങിന് 1470 രൂപയും ചിലവാക്കിയിട്ടുണ്ട്. അപ്പോൾ മൊത്തം അയാൾക്ക് പർച്ചേസ് കോസ്റ്റ് അല്ലെങ്കിൽ കോസ്റ്റ് പ്രൈസായിട്ട് വന്നത് എത്ര രൂപയാണ്? 9800 റുപ്പീസാണ്. എങ്കിൽ ഒരു ഐറ്റത്തിൻ്റെ കോസ്റ്റ് പ്രൈസ് എന്തായിരിക്കും? 9800 / 245. എത്ര രൂപയാണ്? 40 രൂപ. എന്നിട്ട് ഇയാൾ വിൽക്കുന്നത് എത്ര രൂപയ്ക്കാണ്? 50 രൂപയ്ക്കാണ്. ഓരോ ഐറ്റത്തിനും 50 രൂപ വെച്ചാണ് അയാൾ വിൽക്കുന്നത്.
എങ്കിൽ ഇതിൻ്റെ പ്രോഫിറ്റ് പെർസെൻറ്റേജ് എത്രയാണ്? 10 രൂപ അയാൾക്ക് ലാഭം കിട്ടുന്നുണ്ട്. അപ്പോൾ 10/40/100 ആൻസർ എന്താ? 25%. ഒരു ആർട്ടിക്കിളിൻ്റെ മാർക്കറ്റ് പ്രൈസ് ഇവിടെ തന്നിട്ടുണ്ട് 504 രൂപ. ഷോപ്പ് കീപ്പർ എന്ത് ചെയ്യുന്നു? ആ ഐറ്റത്തിന് 5% ഡിസ്കൗണ്ട് കൊടുക്കുന്നു. എങ്കിൽ സെല്ലിംഗ് പ്രൈസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യേണ്ടേ? 504 × 95/100. ആ രൂപയ്ക്ക് വിൽക്കുമ്പോൾ അയാൾക്ക് 20% ലാഭം കിട്ടുന്നുണ്ടെന്ന് പറയുന്നത്. അതായത് 504 × 95/100 ചെയ്യുമ്പോൾ നമുക്ക് സെല്ലിംഗ് പ്രൈസ് കിട്ടും. ആ സെല്ലിംഗ് പ്രൈസ് എന്താണ്? കോസ്റ്റ് പ്രൈസിൻ്റെ 120%. എങ്കിൽ കോസ്റ്റ് പ്രൈസ് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? × 100/120. ആൻസർ എന്താ? 399. ഈ ക്വസ്റ്റ്യനിൽ പ്രോഫിറ്റ് പെർസെൻറ്റേജ് ആണ് ചോദ്യം. എങ്കിൽ അവർ തന്ന വാല്യൂ ഉപയോഗിച്ച് നമ്മൾ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് തന്നെ ഇഷ്ടമുള്ളൊരു വാല്യൂ ഇടാം. ഞാൻ എന്ത് ചെയ്യുന്നു? മാർക്കറ്റ് പ്രൈസ് 100 ആയിട്ട് എടുക്കുന്നു. 20% ഡിസ്കൗണ്ട് കൊടുക്കുമ്പോൾ 80 രൂപയാണ് സെല്ലിംഗ് പ്രൈസ്. ആ സെല്ലിംഗ് പ്രൈസിന് വിൽക്കുമ്പോൾ 30% ലാഭം കിട്ടുന്നുണ്ടെങ്കിൽ കോസ്റ്റ് പ്രൈസ് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? 80 × 100/130. എന്ത് കിട്ടും? കോസ്റ്റ് പ്രൈസ് 800/13 എന്ന് കിട്ടും. മാർക്കറ്റ് പ്രൈസ് 100 ആണ്. ഡിനോമിനേറ്റർ 13 ആക്കുമ്പോൾ 1300/13 മൈനസ് 800/13 ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? പ്രോഫിറ്റ് കിട്ടും. പ്രോഫിറ്റ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ പ്രോഫിറ്റ് കോസ്റ്റ് പ്രൈസ് × 100 62.5%. ഇവിടെ മാർക്കറ്റ് പ്രൈസ് എടുക്കാൻ കാരണം അയാൾ ഡിസ്കൗണ്ട് ഇല്ലാതെ വിൽക്കുമ്പോൾ എത്ര ശതമാനം ലാഭം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ സെല്ലിംഗ് പ്രൈസിൽ എടുക്കേണ്ടത് മാർക്കറ്റ് പ്രൈസാണ്. ഇതിൽ TV സെറ്റിൻ്റെ ടോട്ടൽ കോസ്റ്റ് പ്രൈസ് എടുക്കുക. എല്ലാ ചിലവും കൂടി ആഡ് ചെയ്യുമ്പോൾ ടോട്ടൽ കോസ്റ്റ് പ്രൈസ് 12,200 രൂപയായിരിക്കും. 15% ലാഭത്തിന് വിൽക്കാൻ എന്ത് ചെയ്യണം? 12,200 × 115/100 14,030 രൂപ. ഈ ക്വസ്റ്റ്യനിൽ 10% ഡിസ്കൗണ്ട് കൊടുത്തിട്ടാണ് ഒരു ഐറ്റം വിറ്റിരിക്കുന്നത്. അതിൻ്റെ സെല്ലിംഗ് പ്രൈസ് എന്താണ്? 1,242 രൂപ. എങ്കിൽ അതിൻ്റെ മാർക്കറ്റ് പ്രൈസ് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? 1,242 × 100/90. മാർക്കറ്റ് പ്രൈസ് എത്രയാണ്? 1,380 രൂപ. ഇത് മാർക്കറ്റ് പ്രൈസിന് വിറ്റ് കഴിഞ്ഞാൽ 15% ലാഭം കിട്ടുന്നതാണ് പറയുന്നത്. എങ്കിൽ കോസ്റ്റ് പ്രൈസ് എന്താണ് എന്നാണ് ചോദ്യം. അപ്പോൾ എന്ത് ചെയ്യാം? 1,380 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ്റ്റ് പ്രൈസിൻ്റെ എന്തായിരിക്കും? 115% അപ്പോൾ കോസ്റ്റ് പ്രൈസ് കണ്ടുപിടിക്കാൻ 1,380 × 100/115 എന്തായിരിക്കും ആൻസർ? 1,200. ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ അലിഗേഷൻ മെത്തേഡ് യൂസ് ചെയ്യാം. മൊബൈൽ ഫോൺ 8% ലാഭത്തിനാണ് വിറ്റത്. റിഫ്രിജറേറ്റർ 12% നഷ്ടത്തിനാണ് വിറ്റത്. അതുകൊണ്ട് അലിഗേഷൻ യൂസ് ചെയ്യുമ്പോൾ 8 -12 മുകളിൽ എഴുതാം. താഴെ എന്ത് എഴുതണം? രണ്ടിൻ്റെയും കോസ്റ്റ് പ്രൈസിൻ്റെ റേഷ്യോ എഴുതുക. നടുവിൽ കണ്ടുപിടിക്കേണ്ട അതിൻ്റെ ഓവറോൾ പ്രോഫിറ്റ് ഓർ ലോസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 6 × 8 + 5 × -12 / 6 + 5. എങ്ങനെ ആൻസർ കിട്ടുക? -12/11% എന്നാണ് കിട്ടുക. അത് ലോസാണ്, നെഗറ്റീവ് ആയതുകൊണ്ട് ലോസാണ്. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് പ്രൈസിൻ്റെ 22,000-ൻ്റെ 12/11% എത്രയാണെന്ന് കണ്ടുപിടിക്കാം. അതായിരിക്കും ലോസ് ഇൻ റുപ്പീസ്, അതായത് 240 രൂപ ലോസ്. ഇവിടെ അഭിഷേക് 140 ഷർട്ട് വാങ്ങി, 250 ട്രൗസർ വാങ്ങി. അതിൻ്റെ വില വെച്ച് ടോട്ടൽ കോസ്റ്റ് പ്രൈസ് കണ്ടുപിടിക്കുക. 2,500,000 രൂപ. ഈ കോസ്റ്റ് പ്രൈസുള്ള ഐറ്റംസ് അഭിഷേക് വിറ്റത് 40% ലാഭത്തിനാണ്. എങ്കിൽ 2,500,000-ൻ്റെ 140% 2,80,700 രൂപ. അതാണ് ടോട്ടൽ സെല്ലിംഗ് പ്രൈസ്. ആവറേജ് സെല്ലിംഗ് പ്രൈസ് കണ്ടുപിടിക്കാൻ 2,80,700 ഹരിക്കണം 390. 390 കിട്ടിയത് 140 + 250. ടോട്ടൽ നമ്പർ ഓഫ് ഐറ്റംസ് അതാണ് 390. എന്തായിരിക്കും ആൻസർ വരാം? 719.74. റൗണ്ട് ഓഫ് ചെയ്യുമ്പോൾ 720 രൂപ. ഇവിടെ ഒരു ട്രേഡർ
കോസ്റ്റ് പ്രൈസ് മേൽ 40% കൂട്ടിയിട്ട് ഒരു ഐറ്റത്തിന് മാർക്കറ്റ് പ്രൈസ് ഇടുന്നു. ആ മാർക്കറ്റ് പ്രൈസിൻ്റെ 25% ഡിസ്കൗണ്ട് കൊടുത്തിട്ട് ഈ സാധനം വിൽക്കുന്നു എങ്കിൽ അയാൾ എത്ര ശതമാനം പ്രോഫിറ്റ് ഉണ്ടാക്കും എന്നാണ് ചോദ്യം. ഞാനിവിടെ കോസ്റ്റ് പ്രൈസ് 100 ആയിട്ട് എടുക്കുന്നു. അപ്പോൾ മാർക്കറ്റ് പ്രൈസ് എന്തായിരിക്കും? 140 ആയിരിക്കും. 140 രൂപയുടെ 75%, അതായത് 25% ഡിസ്കൗണ്ട് കുറച്ചിട്ടുള്ളത് എത്ര രൂപയാണ്? 105 രൂപയാണ് സെല്ലിംഗ് പ്രൈസ്. 100 രൂപയുടെ ഐറ്റം 105 രൂപയ്ക്ക് വിൽക്കുമ്പോൾ 5% പ്രോഫിറ്റ്. ഇവിടെ ഒരാൾ 2 കാറുകൾ വിറ്റു. 2 കാറിൻ്റെയും സെല്ലിംഗ് പ്രൈസ് 4.5 ലക്ഷമാണ്. ആദ്യത്തെ കാറ് 20% ലാഭത്തിനും രണ്ടാമത്തെ കാറ് 20% നഷ്ടത്തിനാണ് വിറ്റത്. എങ്കിൽ ഒരു കാറ് വിറ്റത് കോസ്റ്റ് പ്രൈസിൻ്റെ 120%-നാണ്. അടുത്ത കാറ് വിറ്റത് കോസ്റ്റ് പ്രൈസിൻ്റെ 80%-നാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? കോസ്റ്റ് പ്രൈസുകളുടെ റേഷ്യോ കിട്ടും 2:3. അത് അലിഗേഷനിൽ വെച്ച് കഴിഞ്ഞാൽ 20% മുകളിൽ 20% പ്രോഫിറ്റ്, അപ്പുറത്ത് -20 20% നഷ്ടം, താഴെ 2 കോസ്റ്റ് പ്രൈസിൻ്റെയും റേഷ്യോ, നടുവിൽ എന്ത് കിട്ടും? 4 എന്ന് കിട്ടും. -4 എന്ന് കിട്ടും. അതിൻ്റെ അർത്ഥം ലോസാണ് ഉണ്ടായിരിക്കുന്നത്. 9 ലക്ഷത്തിനാണ് വിറ്റത്. അപ്പോൾ 9 ലക്ഷം എന്ന സെല്ലിംഗ് പ്രൈസ് കോസ്റ്റ് പ്രൈസിൻ്റെ 96%-ആണ്. 4%-നോട് ഈക്വലൻ്റ് ആയിട്ടുള്ള വാല്യൂ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 37,500 എന്ന് കിട്ടും. അതെന്താണ്? ലോസാണ്. ഇവിടെ ഒരു ഷോപ്പ് കീപ്പർ ഒരു ഐറ്റത്തിൻ്റെ മാർക്കറ്റ് പ്രൈസിൻ്റെ 80%-ന് വിൽക്കുമ്പോൾ 10% നഷ്ടം സംഭവിക്കുന്നു. അതേ ഐറ്റം മാർക്കറ്റ് പ്രൈസിൻ്റെ 95%-ന് വിൽക്കുമ്പോൾ എത്ര ശതമാനം ലാഭം ഉണ്ടാകുമെന്നാണ് ചോദ്യം. ഞാനിവിടെ മാർക്കറ്റ് പ്രൈസ് 100 ആയിട്ട് എടുക്കുന്നു. എങ്കിൽ 2 സെല്ലിംഗ് പ്രൈസ് എന്തായിരിക്കും? ഒന്ന് 80 ആയിരിക്കും, അടുത്തത് 95 ആയിരിക്കും. ഈ 80 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ്റ്റ് പ്രൈസിൻ്റെ 90%-ആണ്. കാരണം 10% നഷ്ടം. അപ്പോൾ 90 എന്ന പെർസെൻറ്റേജിനോട് ഈക്വലൻ്റ് ആയിട്ടുള്ള സെല്ലിംഗ് പ്രൈസ് 80 ആണ്. 95 എന്ന സെല്ലിംഗ് പ്രൈസിനോട് ഈക്വലൻ്റ് ആയിട്ടുള്ള പെർസെൻറ്റേജ് എത്രയായിരിക്കും? 106.87. അതായത് കോസ്റ്റ് പ്രൈസിൻ്റെ 106.87%. അതായത് 6.87% പ്രോഫിറ്റ്. റൗണ്ട് ഓഫ് ചെയ്യുമ്പോൾ 6.9% പ്രോഫിറ്റ്. ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ വാച്ചിൻ്റെ കോസ്റ്റ് പ്രൈസ് X ആയിട്ടും പെൻഡുലത്തിൻ്റെ കോസ്റ്റ് പ്രൈസ് Y ആയിട്ട് എടുക്കുന്നു. വാച്ച് 10% പ്രോഫിറ്റിനാണ് വിറ്റത്. പെൻഡുലം 15% പ്രോഫിറ്റിനാണ് വിറ്റത്. എങ്കിൽ എക്സിൻ്റെ 10% പ്ലസ് വൈയുടെ 15% എന്തായിരിക്കും? 51.5 റുപ്പീസ് എന്നായിരിക്കും. അപ്പോൾ 10x പ്ലസ് 15y = 5150 എന്നായിരിക്കും കിട്ടുക. നമുക്കറിയാം രണ്ടിൻ്റെയും കോസ്റ്റ് പ്രൈസിൻ്റെ സം എന്തായിരിക്കും? 390 ആയിരിക്കും. അപ്പോൾ x പ്ലസ് y എന്തായിരിക്കും? 390. അത് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ 140, വൈൻ്റെ വാല്യൂ 250. രണ്ടിൻ്റെയും കോസ്റ്റ് പ്രൈസിന് ഡിഫറൻസ് എത്രയാണ്? 110. ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ 16 ബുക്കുകൾ സെല് ചെയ്യുന്നുണ്ട്. അതിലൊരെണ്ണം ഫ്രീ ആയിട്ടാണ്. എങ്കിലും 16 ബുക്ക് ഇവിടെ കൈമാറുന്നുണ്ട്. ഓരോ ബുക്കിനും കോസ്റ്റ് പ്രൈസ് 100 രൂപയാണെങ്കിൽ 16 ബുക്കുകളുടെ കോസ്റ്റ് പ്രൈസ് എന്തായിരിക്കും? 1600 രൂപയായിരിക്കും. ഇവിടെ ഇയാൾക്ക് ഈ സെല്ലിങ്ങിൽ 35% ലാഭം കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1600ൻ്റെ 135% ഇയാളുടെ സെല്ലിംഗ് പ്രൈസ്. അതായത് 16 ബുക്കുകൾക്ക് കൂടി 2160 രൂപ അയാൾക്ക് കിട്ടിയിട്ടുണ്ട്. എങ്കിൽ സെല്ലിംഗ് പ്രൈസ് ഓഫ് 1 ബുക്ക് എന്തായിരിക്കും? 2160 ഹരിക്കണം 16 135 ഇവിടെ പറയുന്നു മാർക്കറ്റ് പ്രൈസിൻ്റെ 4% ഡിസ്കൗണ്ട് കൊടുത്തിട്ടാണ് വിറ്റത് എന്ന് പറയുന്നു. എങ്കിൽ മാർക്കറ്റ് പ്രൈസിൻ്റെ 96% എന്ത്? ഈ 135. എങ്കിൽ മാർക്കറ്റ് പ്രൈസ് എന്തായിരിക്കും? 140.625. കോസ്റ്റ് പ്രൈസ് 100ഉം മാർക്കറ്റ് പ്രൈസ് 140.625. എങ്കിൽ കോസ്റ്റ് പ്രൈസിനേക്കാൾ
40.625% കൂട്ടിയിട്ടാണ് പ്രൈസ് ഫിക്സ് ചെയ്തത്. റൗണ്ട് ഓഫ് ചെയ്യുമ്പോൾ 40% കൂട്ടിയിട്ട്. ഇവിടെ ഒരു ഷോപ്പ് കീപ്പർ 150 ഫർണിച്ചർ വാങ്ങി ഓരോ ഫർണിച്ചറിനും 250 രൂപ വെച്ചിട്ട് അതിൻ്റെ പാക്കിങ്ങിന് വേണ്ടിയിട്ട് അയാൾ 2500 രൂപ ചിലവാക്കിയിട്ടുണ്ട്. എങ്കിൽ മൊത്തം 150 ഫർണിച്ചറിൻ്റെ കോസ്റ്റ് പ്രൈസ് 40,000 രൂപയാവും. എന്നിട്ട് ഇയാൾ എന്താ ചെയ്യുന്നത്? ഇയാൾ ഫർണിച്ചറിൻ്റെ മാർക്കറ്റ് പ്രൈസ് 320 രൂപയായിട്ട് ഫിക്സ് ചെയ്യാണ്. എന്നിട്ട് വിൽക്കുന്നതോ 5% ഡിസ്കൗണ്ട് വെച്ചിട്ട്. എങ്കിൽ 320ൻ്റെ 95% സെല്ലിംഗ് പ്രൈസ്. അങ്ങനെ എത്ര ഫർണിച്ചറുണ്ട്? 150 ഫർണിച്ചറുണ്ട്. മൊത്തം സെല്ലിംഗ് പ്രൈസ് എന്തായിരിക്കും? 45,600. 40,000 രൂപയുടെ ഫർണിച്ചർ 45,600 രൂപയ്ക്ക് വിൽക്കുകയാണ്. എങ്കിൽ 5,600 രൂപയാണ് പ്രോഫിറ്റ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ 5,600 ഹരിക്കണം 40,000 ഇൻറ്റു 100 എത്രയായിരിക്കും? 14%. ഇവിടെ ഓക്സിൻ്റെയും കാരേജിൻ്റെയും കോസ്റ്റ് പ്രൈസ് തന്നിട്ടുണ്ട് 8,000 രൂപ. ഓക്സിനെ സെല്ല് ചെയ്തത് 10% ലാഭത്തിന്, കാരേജ് സെല്ല് ചെയ്തത് 10% നഷ്ടത്തിന്. അലിഗേഷനിൽ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഓക്സിൻ്റെയും കാരേജിൻ്റെയും കോസ്റ്റ് പ്രൈസിൻ്റെ റേഷ്യോ കിട്ടും 5:3. 5:3 8,000 വീതിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഓക്സിന് 5,000 രൂപ, കാരേജിന് 3,000 രൂപ. ഷുഗറിൻ്റെ പ്രൈസ് 5% കുറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബയ്യറിന് 2 കിലോ കൂടുതൽ 608 രൂപയ്ക്ക് വാങ്ങാൻ പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ സാധാരണ എത്ര രൂപയ്ക്ക് അത് വാങ്ങാറുള്ളത്? 608 രൂപയ്ക്കാണ്. ഒരിക്കൽ 5% വില കുറവിന് കിട്ടിയപ്പോൾ അയാൾ 2 കിലോ കൂടുതൽ വാങ്ങി എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. 608 രൂപയ്ക്കാണ് പണ്ടും ഇപ്പോഴും അയാൾ വാങ്ങാറുള്ളത്. ഇപ്പോൾ വാങ്ങിയപ്പോൾ 608 രൂപ കൊടുത്തപ്പോൾ പണ്ട് വാങ്ങുന്നതിനേക്കാളും 2 കിലോ കൂടുതൽ കിട്ടി. ഇത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് പണ്ടത്തെ പ്രൈസ് എന്താ? 100 ആയിട്ട് എടുക്കാം. പുതിയ പ്രൈസ് എന്താ? 95 ആയിട്ട് എടുക്കാം. പുതിയ പ്രൈസ് വെച്ചിട്ട് 5 രൂപയ്ക്ക് 2 കിലോ കിട്ടും. എങ്കിൽ 95 രൂപയ്ക്ക് 38 കിലോ കിട്ടും. അയാൾക്ക് പണ്ട് കിട്ടിയിരുന്നത് 38 കിലോയാണ്. എങ്കിൽ ഒറിജിനൽ സെല്ലിംഗ് പ്രൈസ് ഓഫ് ഷുഗർ എന്താ? 608 ഹരിക്കണം 38 16. ഇവിടെ മൊത്തം ഗുഡ്സിൻ്റെ കോസ്റ്റ് പ്രൈസ് 100 ആയിട്ട് എടുക്കാം. 20% കൂട്ടി മാർക്കറ്റ് പ്രൈസ് ഫിക്സ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 120 രൂപ. ഈ ഗുഡ്സിൻ്റെ പകുതി എത്ര രൂപയ്ക്ക് വിറ്റു? മാർക്കറ്റ് പ്രൈസിന് വിറ്റു. എങ്കിൽ 60 രൂപയാണ് ഗുഡ്സിൻ്റെ ഹാഫിൻ്റെ സെല്ലിംഗ് പ്രൈസ്. ഒരു ക്വാർട്ടർ എത്രയ്ക്ക് വിറ്റു? 20% ഡിസ്കൗണ്ടിന് വിറ്റു. അതായത് 30 രൂപയുടെ ഗുഡ്സ് അതിൻ്റെ 80% വിറ്റു. അതായത് 24 രൂപയ്ക്ക് വിറ്റു. അടുത്ത ക്വാർട്ടർ എന്താ ചെയ്തത്? 40% ഡിസ്കൗണ്ടിന് വിറ്റു. അതായത് 30 രൂപയുടെ ഗുഡ്സ് 18 രൂപയ്ക്ക് വിറ്റു. അപ്പോൾ ഒരു ഹാഫും 2 ക്വാർട്ടറും ഫുള്ളായില്ലോ, ഗുഡ്സ് കംപ്ലീറ്റ് ആയല്ലോ. ടോട്ടൽ സെല്ലിംഗ് പ്രൈസ് എന്താ? 60 + 24 + 18 102 രൂപ. 100 രൂപ കോസ്റ്റ് പ്രൈസ് വരുന്ന ഗുഡ്സ് 102 രൂപയ്ക്കാണ് വിറ്റത്. എങ്കിൽ ഗെയിൻ എത്രയാണ്? 2%.